ഞാനൊരു പ്രാർത്ഥന ചൊല്ലുകയാണ്. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന സ്പീഡ് കുറച്ചിട്ടാണ് ചൊല്ലുക. ഞാനത് ചൊല്ലുമ്പോൾ നിങ്ങളതിനെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാക്കി മാറ്റി നിങ്ങളുടെ ഹൃദയം കൊണ്ട് അത് ഏറ്റു ചൊല്ലണം. നിശബ്ദമായിട്ടോ ചെറിയ സ്വരത്തിലോ അത് ഏറ്റു ചൊല്ലാം. ഒരു ശബ്ദമുണ്ടാക്കലല്ല അത്. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവ സന്നിധിയിലേക്ക് ഉയരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കത് ചൊല്ലാം. ഞാൻ ആരംഭിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഇവിടെ അണഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ കർത്താവും രക്ഷകനും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എന്നെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ഭയം, ഉത്കണ്ഠ, ആത്മീയ തകർച്ചകൾ, ഭൗതിക പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും വിമോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പിതാവായ ദൈവമേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാത്താനെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കപട വാഗ്ദാനങ്ങളെയും ഞാൻ തള്ളിപ്പറയുന്നു. യേശുവിൻ്റെ സ്വന്തമായി എപ്പോഴും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ സ്വന്തമായി സ്വീകരിച്ച് സംരക്ഷിക്കുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ ബുദ്ധിയിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാ അന്ധകാരവും അങ്ങയുടെ വെളിച്ചത്താൽ നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, എനിക്ക് സമാധാനവും ശക്തിയും നൽകി ദൈവ പരിപാലനയിലുള്ള ഉറച്ച ബോധ്യത്താൽ എന്നെ ഉറപ്പിക്കണമേ. നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ മറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും സകല വിശുദ്ധരുടെയും സംരക്ഷണം എന്നോടും എൻ്റെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ഭവനങ്ങളോടും വസ്തുവകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെ വസ്തുവകളെയും ഞാൻ മുദ്രവയ്ക്കുന്നു. കുരിശുകൊണ്ട് നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. കുരിശുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. കുരിശുകൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. കുരിശുകൊണ്ട് നിങ്ങളുടെ ഭവനത്തെ വസ്തുവകളെയും എല്ലാം ഞാൻ ആശീർവദിക്കുന്നു. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിന്മേൽ അധികാരം നേടിയ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മുദ്രവയ്ക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞാൻ മുദ്രവയ്ക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളെ മുദ്രവയ്ക്കുന്നു. നിങ്ങളുടെ വസ്തുവകളെല്ലാം ഞാൻ
കുരിശുകൊണ്ട് മുദ്ര വയ്ക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും ഞാൻ കഴുകുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കഴുകുന്നു. നിങ്ങളുടെ ഭവനത്തെ വസ്തുവകളെല്ലാം കഴുകുന്നു. അവിടങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും ദുരദൃഷ്ടങ്ങളും രോഗപീഠകളും അസ്വസ്ഥതകളെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ നിർവീര്യമായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ നടത്തുന്ന പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുരക്തം കൊണ്ട് അവർ ഓരോരുത്തരെയും കഴുകണമേ. ശരീരത്തെ കഴുകി നിർമ്മലമാക്കണമേ. രോഗപീഠകളിൽ നിന്ന് സൗഖ്യം തരണമേ. മനസ്സിൻ്റെ മുറിവുകളെ കഴുകി സൗഖ്യപ്പെടുത്തണമേ. മനസ്സിന് സമാധാനവും ശാന്തതയും പ്രത്യാശയും എല്ലാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയെ കഴുകി നിർമ്മലമാക്കണമേ. ദൈവികമായ ചിന്തകൾ കൊണ്ട്, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ കൊണ്ട് എല്ലാവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് മേൽ ഉണ്ടാകാവുന്ന പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, ദുശീലങ്ങളുടെ, പൈശാചിക ശക്തികളുടെ എല്ലാ സ്വാധീനങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിലും അവിടുത്തെ തിരുരക്തത്തിന്റെ യോഗ്യതയാലും നിർവീര്യമായി പോകട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ, ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ. തിന്മയുടെ എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭവനങ്ങളും കുടുംബാംഗങ്ങളും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ഓരോരുത്തരും തലയിൽ ഞാനിപ്പോൾ കരം വെച്ച് പ്രാർത്ഥിക്കുകയും ഈശോയുടെ കുരിശിൻ്റെ അടയാളത്താൽ നിങ്ങളെ മുദ്ര വയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, ഈ സമയത്ത് നിങ്ങളുടെ തലയിൽ വിശ്വാസത്തിൽ ഞാൻ ഈ കുരിശ് കൊണ്ട് ഇപ്പോൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടുപോകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. കുടുംബത്തിലെ കലഹങ്ങൾ വിട്ടുപോകട്ടെ. കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകൾ നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കട്ടെ. കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കട്ടെ. വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വിശുദ്ധ കുരിശുകൊണ്ട് ഇവരുടെ ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. ഭവനത്തെ വിശുദ്ധ കുരിശുകൊണ്ട് മുദ്ര വയ്ക്കുന്നു. കുടുംബത്തിന് മേലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും എല്ലാ ദുരദൃഷ്ടങ്ങളും യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ ദുഷ്ടാരൂപികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും എല്ലാം ഞാൻ ബന്ധിച്ച് പുറത്താക്കുന്നു. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശത്രുതയും കലഹത്തിൻ്റെയും നിസ്സംഗതയുമായ എല്ലാ ദുരാത്മാക്കളെയും യേശുനാമത്തിൽ ഞാൻ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയട്ടെ. തിരുരക്തത്താൽ തളിക്കപ്പെടട്ടെ. കുരിശുകൊണ്ട് മുദ്ര വയ്ക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വിവിധങ്ങളായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള ഭിന്നതകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ അവരെ ഒന്നിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടാരൂപിയുടെ സ്വാധീനത്തിൽ അകപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധം അവരെ ഏറ്റെടുക്കട്ടെ. അവരുടെ ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ശുഭമായ ഭാവിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിൽ മേഖലയിൽ വേദന അനുഭവിക്കുന്ന, തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പേടിച്ചു കഴിയുന്ന, തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ കെട്ടുകൾ അഴിക്കണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ. അവർക്ക് ശുഭമായ ഭാവിയും ഐശ്വര്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക മേഖലയിലെ എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനങ്ങളെ ആശീർവദിക്കണമേ. പറമ്പിനെ ആശീർവദിക്കണമേ. കൃഷിയിടങ്ങളെ ആശീർവദിക്കണമേ. വരുമാന മാർഗങ്ങളെ ആശീർവദിക്കണമേ. കർത്താവെ, സാമ്പത്തിക പുരോഗതിക്കുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി
നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധ്വാനത്തിന് ഫലമുണ്ടാകട്ടെ, സമൃദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ട വരുമാന മാർഗങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ദൈവമേ, നന്ദി. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, ദുഷ്ടാരൂപികൾ ബന്ധിച്ച് ബഹിഷ്കരിക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന അറിയട്ടെ. ഹല്ലേലൂയ, എല്ലാ കുടുംബങ്ങളിലേക്ക് കൃപ ചെല്ലട്ടെ, എല്ലാ കുടുംബങ്ങളിലേക്കും ഐശ്വര്യം കടന്നു ചെല്ലട്ടെ, എല്ലാ കുടുംബങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ കുടുംബങ്ങളും ആശീർവദിക്കപ്പെടട്ടെ, എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ, എല്ലാ കുടുംബങ്ങളും കൃപയാൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. കർത്താവേ, സ്തോത്രം. ദൈവമേ, നന്ദി. യേശുവേ, 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 യേശുവേ. കർത്താവേ, സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധ ജലം കൊണ്ട് ജനത്തെയും ഇവിടെ ഭവനങ്ങളെ കുടുംബാംഗങ്ങളെ ഞാനിപ്പോൾ വിശുദ്ധീകരിക്കുന്നു. ഈ വിശുദ്ധ ജലം തെളിക്കപ്പെടുമ്പോൾ ഇവിടെ ഭവനങ്ങളും കുടുംബാംഗങ്ങളും വസ്തുവകളും കൃഷിയിടങ്ങളും വരുമാന മാർഗങ്ങളും എല്ലാം ആശീർവദിക്കപ്പെടട്ടെ, എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ. ഇവിടെ ശരീരവും മനസ്സും എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയുടെ തിരുരക്തം കഴുകുന്നത് പോലെ കഴുകപ്പെടുന്ന ഒരു അനുഭവം, വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ നന്ദി. തീയായി തീക്കാറ്റായി അഗ്നിയായി റൂഹായി, തീയായി തീക്കാറ്റായി അഗ്നിയായി റൂഹായി, ശാപപാപക്കെട്ടുകളും രോഗപീഠ ദുരിതങ്ങളും സാത്താൻ വെച്ച മുഖങ്ങളും അഗ്നിയാൽ ദഹിപ്പിക്കണേ. തീയായി തീക്കാറ്റായി അഗ്നിയായി റൂഹായി, തീയായി തീക്കാറ്റായി അഗ്നിയായി റൂഹായി, തീയായി തീക്കാറ്റായി അഗ്നിയായി റൂഹായി, രോഗപീഠ ദുരിതങ്ങളും ശക്തമായ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നു. അഗ്നിയാൽ ദഹിപ്പിക്കണേ. പൗരോഹിത്യത്തിന്റെ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കരങ്ങൾ രണ്ട് ഉയർത്തി യേശുവിനെ വിളിക്കാം. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വിടുതലായി സൗഖ്യമായി ഈശോയെ നീ കടന്നു വരുന്നതിനായി നന്ദി. ഈ രാത്രിയിൽ ഞങ്ങളുടെ കെട്ടുകളെ അഴിക്കുന്നതിനായി നന്ദി. പൗരോഹിത്യ അധികാരത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലെ അന്ധകാരങ്ങളെ ശാസിച്ചതിനായി നന്ദി. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തിനായി നന്ദി. യേശുവേ വിളിക്കാമോ? യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കാമോ? സ്വതന്ത്രമായി യേശുവിനെ വിളിക്കാമോ? രണ്ട് കരങ്ങൾ
ഹല്ലേലൂയ 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 ഭാഷാപരത്തെ ശ്രദ്ധിക്കുന്നു, ഭാഷാപരത്തെ ശ്രദ്ധിക്കുന്നു. ശക്തമായ അനുഭവം പരിശുദ്ധാത്മാവിയാലും മുഴുവൻ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.